രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം ബാലിയെ വധിക്കാനുള്ള കഴിവ് രാമനുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ സപ്തസാലങ്ങളെ ഒരസ്ത്രം കൊണ്ട് ഭേദിച്ച് ആ അസ്ത്രം രാമൻ്റെ ആവനാഴിയിൽ തിരിച്ചു വന്നു എന്നാണ്. അപ്പോൾ അത് വിശ്വാസമായി. ദുന്ദുബിയുടെ ശരീരം ക്ഷിപ്ത്വ അങ്കുഷ്ടേന എന്നാണ് നാരായണീയത്തിൽ പറയുന്നത്. തൻ്റെ പെരുവിരൽ കൊണ്ട് തോണ്ടി ലാഘവത്തോടു കൂടി ഇട്ടു. അപ്പോൾ സുഗ്രീവന് ബോധ്യമായി രാമ അങ്ങ് മഹാനാണ് എന്ന് തീർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. അതിലിനി സംശയമൊന്നും ബാക്കിയില്ല, എനിക്ക് ബോധ്യമായി കഴിഞ്ഞു. ഏതായാലും ആ സമയത്ത് സുഗ്രീവൻ തൻ്റെ ശിരസ് രാമൻ്റെ പാദത്തിൽ മുട്ടത്തക്ക വിധം നമസ്കരിച്ചു. ഈ ത്രിലോകത്തിൽ അങ്ങയോട് എതിരിടാൻ ആരാണ് ഉള്ളത്? സർവ്വദേവന്മാരോടു കൂടിയായ ഇന്ദ്രനോ പോലും സർവേശ്വര അങ്ങയോട് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല എന്നിരിക്കെ പിന്നെ വേണ്ടേ ബാലിയൊന്നും അങ്ങേക്ക് ഒരു ശത്രുവല്ല, വിഷയമല്ല എന്നിപ്പോൾ എനിക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങയെപ്പോലത്തെ ഒരു സുഹൃത്തിനെ കിട്ടിയതിൽ എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നുന്നു. അദ്യമേ വിഗത ശോക പ്രീതിരത്യപരാമമാ സുഹൃദം ത്വാം സമാസാദ്യ മഹേന്ദ്രവരുണോപമം. മഹേന്ദ്രനും വരുണനും തുല്യമായിട്ടുള്ള ഒരാളാണ് അങ്ങ്. ഇന്ദ്രസദൃശൻ വരുണോപമൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഉയർന്ന ആൾ ഉപമിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയും വരുണോപമം മഹേന്ദ്ര സദൃശം, ഇന്ദ്രനെ പോലെ എന്നൊക്കെ എപ്പോഴും നമ്മൾ കാണാം ഉപമ. അതേപോലെ ഒരാളെ അല്ലേ എനിക്ക് സുഹൃത്തായിട്ട് കിട്ടിയത്. അതുകൊണ്ട് സർവേശ്വര ബാലിനൻ ജഹി കാകുസ്ത മയാബദ്ധോയമഞ്ജലി, എത്രയും വേഗം ആ ബാലിയെ ഒന്ന് വധിച്ചു തരണം. രാജ്യം കിട്ടാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല, പക്ഷേ ശത്രു ഉണ്ടാവരുത്, കാരണം ജീവന് പ്രത്യക്ഷത്വം വേണ്ടേ. അപ്പോൾ ബാലിയിലെടുത്തോളം എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണ്. അതുകൊണ്ട് ബാലിയെ വധിക്കുക എന്ന് എൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടിരിക്കണു. തതോ രാമ പരിഷ്ഠ സുഗ്രീവം പ്രിയദർശനം മൃത്യുവാച മഹാപ്രാജ്ഞോ ലക്ഷ്മണാനുമതം വച. അതിനുശേഷം പറഞ്ഞു, സുഗ്രീവ, നീ എത്രയും വേഗം ബാലിയെ യുദ്ധത്തിന് വിളിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട രംഗം അതാണ്, ബാലിയെ പോരിന് വിളിക്കണം. ആ യുദ്ധത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ബാലിയെ വധിക്കാം. അതിനുള്ള മാർഗമൊക്കെ ഞാൻ ചെയ്തോളാം, നീ ഒന്നും അറിയണ്ട, യുദ്ധത്തിന് പോരിന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സുഗ്രീവൻ ഉടനെ കിഷ്കിന്ധയിലേക്ക് പോയി വർദ്ധിച്ച ശബ്ദത്തിൽ അലറി. അപ്പോൾ പോരിന് വിളിക്കുകയാണെന്ന് കണ്ടു. ബാലി വന്നു. ഗംഭീരമായിട്ടുള്ള യുദ്ധം. ഗഗനെ ഗൃഹയോർ ഘോരം, ബുധനും ചൊവ്വയും കൂടിയിട്ട് ആകാശത്തിൽ ചിലപ്പോൾ കൂട്ടിമുട്ടി സംഘർഷം ഉണ്ടാവും അത്രേ. അപ്പോൾ ഭയങ്കര ഇടിനാദവും ഗംഭീര മഴയൊക്കെ ഉണ്ടാവുക എന്നാണ്. അതുപോലെ ചൊവ്വയും ബുധനും വിപരീത ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എപ്രകാരം പ്രശ്നമുണ്ടാവും, അതേപോലെ കനത്ത പ്രഹരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിച്ചു. സുഗ്രീവൻ ബാലിയെ അടിച്ചു, ബാലി സുഗ്രീവൻ തിരിച്ചടിച്ചു. അനവധി യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോഴും രാമൻ അസ്ത്രമയച്ച് ബാലിയെ വധിച്ചില്ല. ഒടുവിൽ സുഗ്രീവൻ ഭയന്നു. ബാലിയിൽ നിന്ന് വധമുണ്ടാവുമോ എന്ന് തോറ്റ് ഓടി. ജീവനാണല്ലോ വലുത്, അവിടെ അഭിമാനം നോക്കാണ്ട് ഓടി തൻ്റെ രാജ്യത്തേക്ക് പോയി. വേഗം ഋഷ്യമൂകാചലത്തിലേക്ക് കയറി. അപ്പോൾ ബാലി പറഞ്ഞു, ശരി ഇപ്പം നീ പോ, അവിടേക്ക് എനിക്ക് വരാൻ പറ്റില്ലല്ലോ, പക്ഷേ പിന്നീട് നിന്നെ ഞാൻ കാണിച്ചു തരാം, ഇപ്പം നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് ബാലിയുടെ ഒരു ഔദാര്യത്തോട് കൂടിയിട്ട് അവിടുന്ന് പറഞ്ഞയച്ചതാണ്. ഇത് സുഗ്രീവന് വലിയ വേദനയായി. രാമ, അങ്ങ് എന്താണ് ഇപ്രകാരം ചെയ്തത്? ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കുകയാണോ? ആഹ്വയസേതി മാം ഉക്താ ദർശയിത്വാച വിക്രമം വൈരീണം ഘാതയിത്വാച കിമിതാനീം ത്വയാകൃതം. എന്ത് രാമ ചെയ്തത് അങ്ങ്? നിങ്ങൾ യുദ്ധം ചെയ്ത് ബാലി എന്നെ ആക്രമിക്കുന്നത് അങ്ങ് നോക്കി നിൽക്കുകയല്ലേ ചെയ്തത്? ഇതൊന്നും വേണ്ടിയിരുന്നില്ല അപ്പോൾ തോന്നുകയാണ്. ഒന്നും കൂടി ഞാൻ വിഡ്ഢിയായി, വലിയ നാണക്കേടായില്ലേ രാമ? എന്താണ് അങ്ങ് എന്നെ സഹായിക്കാതിരുന്നത്? ബാലിയെ വധിച്ചിട്ട് എന്നെ യുദ്ധത്തിൽ സഹായിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ സുഗ്രീവ ശൂയതാം താതാ ക്രോധച്ച അപനീയതാം. ദേഷ്യപ്പെടുകയോ വിഷമിക്കുകയോ നീ ചെയ്യരുത്, കാരണം ഞാൻ പറഞ്ഞുതരാം. ത്വഞ്ച സുഗ്രീവ ബാലീച സദൃശൗസ്ത പരസ്പരം.
നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ്. നടപ്പാണെങ്കിലും അലങ്കാരങ്ങളാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾ ഒരുപോലെ ആയതുകൊണ്ട് വിക്രമത്തിലും വാക്കുകളിലും വ്യത്യാസമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല. ഒരസ്ത്രം അയച്ചു, അത് സുഗ്രീവാന്ന് എൻ്റെ മേലാണ് കൊണ്ടതെങ്കിൽ നീ അപ്പം തൽക്ഷണം ഇല്ലാണ്ടാവും. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് മിത്രവധം, മിത്രഘാതിത്വം ആശങ്ക്യ, മിത്ര ആയിട്ടുള്ള നിന്നെ കൊല്ലേണ്ടി വന്നാലോ അങ്ങനെ ആയി തീർന്നാലോ എന്ന് കരുതി ആണ് ഞാൻ അസ്ത്രം അയക്കാതിരുന്നത്. ദയവായിട്ട് നീ എന്നെ മനസ്സിലാക്കണം. രാമൻ്റെ വാക്കിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സംഗതി വന്നു. ഏതാണ് ബാലി, ഏതാണ് സുഗ്രീവൻ എന്ന് തിരിച്ചറിയാത്തത് കാരണം ഞാൻ ബാലിയെ വധിച്ചില്ല. അതുകൊണ്ട് എൻ്റെ നാശത്തെ ഭയന്ന് ഞാൻ അസ്ത്രം ബാലിക്ക് നേരെ അയച്ചില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, നീ ഒരു അടയാളം സ്വീകരിക്കണം. അതിനുശേഷം വീണ്ടും ബാലിയെ പോരിന് വിളിച്ചോ. പിന്നെ ബാലി ഇല്ല എന്ന് ഉറപ്പാണ്, ഇതിൽ മാറ്റമില്ല. അല്ലാതെ വേറെ ഒന്നുകൊണ്ടുമല്ല ഞാനിങ്ങനെ ചെയ്തത്. തീർച്ചയായിട്ടും ബാലിയെ കൊല്ലും, എൻ്റെ വാക്കിന് മാറ്റവുമില്ല. അഭിജ്ഞാനം ഗുരുഷത്വം ആത്മനോ വാനരേശ്വര ഏനത്വം അഭിജാനീയാം ദ്വന്ദ്വയുദ്ധമുപാഗതം. അപ്പം അവിടെ ഒരു മാലയുണ്ട്, ഗജപുഷ്പി മാല്യം. ലക്ഷ്മണോ ഗജപുഷ്പിം ത്വാം തസ്യ കണ്ഠേ വിസർജേൽ. ഹേ ലക്ഷ്മണ, പർവ്വത പാർശ്വത്തിലുണ്ടായിട്ടുള്ള ഗജപുഷ്പി എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒരു ചെടി, അതിൻ്റെ ഉണ്ടായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ട് കെട്ടിയൊരു മാല നീ അണിയണം. അപ്പോൾ എനിക്ക് വേഗം തന്നെ തിരിച്ചറിയാലോ. എന്നിട്ടൊന്നും ഈ പോരിന് ധൈര്യമായിട്ട് വിളിക്കൂ. എന്തായാലും ട്രൈ അഗെയിൻ എന്നാണല്ലോ. വീണ്ടും ശ്രമിക്കണം. വിജയം വരെ നമ്മൾ ഒരു പ്രാവശ്യം അങ്ങനെ വന്നു എന്ന് വിചാരിച്ചിട്ട് ആ ധൈര്യം പിന്നാക്കം പോകരുത്. ഗജപുഷ്പി മാല്യം എന്ന മാല്യം സുഗ്രീവൻ അണിഞ്ഞു. അച്ഛൻ കൊടുത്തൊരു മാലയുണ്ട് അല്ലേ, അച്യുതൻ നൽകിയ ബാലസുഗ്രീവനും മാല സുഗ്രീവനെന്ന് അധ്യാപനത്തിൽ അച്യുതൻ നൽകിയിട്ടുള്ള മാല, അച്ഛൻ കൊടുത്ത മാല എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ കൊടുത്ത മാല, സ്വർണ്ണമാല ബാലിയുടെ കഴുത്തിലുണ്ട്. അപ്പോൾ എനിക്ക് രണ്ടുപേരെയും തിരിച്ചറിയാം. അപ്പോൾ ആ മാലയൊക്കെ ഇങ്ങനെ അണിഞ്ഞു. വേഗം കിഷ്കിന്ധയിലേക്ക് രാമലക്ഷ്മണന്മാർ പുറപ്പെട്ടു. അമ്പും വില്ലുമൊക്കെ എടുത്തിട്ട് രാമനുണ്ട്, ലക്ഷ്മണനുണ്ട്, സുഗ്രീവനുണ്ട്. ലക്ഷ്മണൻ അവർ രണ്ടാളും മുമ്പിൽ നടന്നു. രാമനും സുഗ്രീവനും പിന്നിലും, സുഗ്രീവനും ലക്ഷ്മണനും മുമ്പിലും, രാമനും ഹനുമാനും പിന്നാലെയായിട്ട് അങ്ങനെ നടന്നു. അതിൽ പഞ്ചവാനരന്മാർ സുഗ്രീവൻ അടക്കമുള്ളതാണല്ലോ പറയുക. സുഗ്രീവൻ അടക്കമാണ് പഞ്ചവാനരന്മാർ. ഹനുമാൻ, നളൻ, നീലൻ, താരൻ, ഹനുമാൻ എല്ലാവരും കൂടിയിട്ട് ആണ് നടന്നത്. അങ്ങനെ ആ വൃക്ഷങ്ങൾ കണ്ടു, നദികൾ കണ്ടു, പിന്നെ ശൈലങ്ങൾ, ആ പർവ്വതങ്ങൾ, ഗുഹ, ഇങ്ങനെ പല സംഗതികളും കണ്ട് കല്ലിൻ്റെ ഇടുകൾ, പിളർപ്പുകൾ, പർവ്വതത്തിലത്തെ പൊത്തുകൾ, ഗുഹകൾ, തെളിഞ്ഞ ജലം, പക്ഷികളെല്ലാം കണ്ടു. നീർപ്പൊയ്കകൾ, പക്ഷികൾ, എല്ലാം മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നോക്കി കണ്ടിട്ടാണ് ഈ പഞ്ചവാനരന്മാരും അതുപോലെ തന്നെ രാമലക്ഷ്മണന്മാരും എത്തിയത്. മനോഹരമായിട്ട് മാനുകൾ പുല്ലൊക്കെ തിന്ന് നിരുപദ്രവികളായിട്ട് നിൽക്കുന്നത് അവർ കണ്ടു. കാട്ടാനകളെയും കണ്ടു. വെള്ളമൊക്കെ കലക്കാൻ കഴിവുള്ളവരും വളരെ ശക്തമായിട്ടും ഒറ്റ തിരിഞ്ഞ് നടക്കുന്ന ആനയുണ്ടാവും ഇല്ലേ, അങ്ങനത്തെ ആനകളെയും അവർ കണ്ടു. അങ്ങനെ പക്ഷിമൃഗാദികളെയൊക്കെ കണ്ടു. ഘോരമായിട്ടുള്ള മരങ്ങൾ തഴച്ചു നിൽക്കുന്ന ഒരു കാട് കണ്ടു. അപ്പോൾ ചോദിച്ചു സുഗ്രീവ, ഈ കാട് ഒരു ലേശം വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. ഇതുവരെ കണ്ട കാടിനെക്കാട്ടിലും ഇടതിങ്ങിയ ഈ കാട് എന്താണ്? എന്തോ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും ഇവിടെയുണ്ട്. അതെന്താണെന്ന് ഞാൻ അറിയാൻ എനിക്കൊരു കൗതുകം. നിനക്കറിയുമെങ്കിൽ എൻ്റെ ഈ ആകാംക്ഷ നീ ഒന്ന് തീർത്ത് തരുമോ? ധാരാളം പഴങ്ങൾ നിറഞ്ഞതും ധാരാളം വൃക്ഷങ്ങളുടെ പ്രത്യേക വിധത്തിൽ അവിടുന്നൊക്കെ ചെന്നാൽ തന്നെ അറിയാം ഒരു വ്യത്യസ്ത സ്ഥലമാണ്. രാമ, സുഗ്രീവൻ പറഞ്ഞു, ഞാൻ കേട്ടിടത്തോളം 7 താപസന്മാർ, മഹർഷിമാർ താമസിച്ച സ്ഥലമാണ് ഇത്. അവർ തല കീഴായിട്ട് നിന്നിട്ട് തപസ് ചെയ്തു. അങ്ങനെ ഒരു തപശ്ചര്യ ഉണ്ടെന്നാണ്. ശുക്രനെ തല കീഴായിട്ട് തപസ് ചെയ്തു. ദേവീഭാഗവത്തിൽ പറയുന്നുണ്ട്, ദേവന്മാരെ ജയിക്കാൻ ശുക്രൻ തല കീഴായിട്ട് ഉള്ള തപശ്ചര്യ, അങ്ങനെ തപശ്ചര്യ ഉണ്ട്. അങ്ങനെ ഇവർ 7 മഹർഷിമാർ, അവർ 7 ദിവസം കൂടുമ്പോഴാണ് വായുവെ ഭക്ഷിക്കുള്ളൂ. പിന്നെ അടുത്ത 7 ദിവസം ഒരു ശ്വാസം എടുക്കും. അങ്ങനെ 7 ദിവസം കൂടുമ്പോൾ വായു മാത്രം ഭക്ഷിക്കുന്ന 7 മഹാതാപസന്മാർ വസിച്ച സ്ഥലമാണ് ഇവിടേക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇവിടേക്ക് പറ്റുള്ളൂ. ഇവിടെ പക്ഷികൾക്കോ മറ്റ് ഋഷിമാർക്കോ മൃഗങ്ങൾക്കോ ഒന്നും ഇവിടേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല രാമ.
അവരുടെ ആ തപശക്തി കൊണ്ട് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. പലപ്പോഴും ഇവിടെ വാദ്യസംഗീത ശബ്ദങ്ങൾ, മധുരമായിട്ടുള്ള പല ശബ്ദങ്ങളും ഇവിടെ കേൾക്കാറുണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വല്ലാത്തൊരു ദിവ്യ സുഗന്ധവും ഉണ്ടാവും. 3 പ്രകാരത്തിലുള്ള അഗ്നി പലപ്പോഴും ഇവിടെ കാണാം. ഔവസനാഗ്നി എന്നൊക്കെ പറഞ്ഞ് ഏകത്തിൽ 3 തരത്തിലുള്ള അഗ്നിയുണ്ട്. ആ അഗ്നികളും വൃക്ഷങ്ങളുടെ മുകളിൽ നിന്ന് പുക പോകുന്നത് പോലെയുള്ള അനുഭവം ഇവിടെ ഉണ്ടാവും. അതാ കണ്ടോ, ആ വൃക്ഷങ്ങളുടെ മുകളിൽ നിന്ന് പുക പോകുന്നത്. ഇതിവിടെ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ടൊരു അത്ഭുതകരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് രാമ. ഇവിടെ അങ്ങക്ക് ആ മഹർഷിമാരെ ഇവിടെ നമസ്കരിക്കാം. അങ്ങനെ ചെയ്താൽ എന്താണ് ഗുണം? ശാരീരികമായിട്ടുള്ള ഒരു വിഷമോ രോഗമോ ബുദ്ധിമുട്ടോ അങ്ങേക്ക് വരില്ല. സർവദോഷ പരിഹാരം അതുകൊണ്ടാം. പ്രണമന്തിയേ തേഷാം മുനീനാം ഭാവിതാത്മനാം. തപസ്സികളായിട്ടുള്ള മഹർഷിമാരെ അല്ലയോ രാമ അങ്ങ് നമസ്കരിച്ചോളൂ. ന തേഷാം അശുഭം കിഞ്ചിൽ ശരീരേ രാമദൃശ്യതേ. അങ്ങനെ ആവുമ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു രോഗവും നമുക്ക് ഉണ്ടാവില്ല എന്നാണ് പൊതുവേ പറയാറ്. അതുകൊണ്ട് അങ്ങ് അവരെ നമസ്കരിക്കുക. അഭിവാദ്യതു ധർമാത്മാ രാമോ ഭ്രാതാ ച ലക്ഷ്മണ സുഗ്രീവോ വാനരാശ്ചൈവ ജഗ്മു സംവൃട്ടമാനസ. സമാധാനിച്ചിട്ട് സന്തോഷമായിട്ടുള്ള മനസ്സോടു കൂടിയിട്ട് ധർമാത്മാവായിരിക്കുന്ന രാമൻ അവരെയൊക്കെ നമസ്കരിച്ചു. സുഗ്രീവനും വാനരന്മാരും സന്തുഷ്ടമാനസന്മാരായി തീരുകയും ചെയ്തു. മഹാത്മാക്കളെ നമസ്കരിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു ഭാഗ്യമാണെന്ന് കരുതി ഭഗവാൻ സുഗ്രീവനാണ് പറഞ്ഞത്. ആര് പറഞ്ഞു നോക്കേണ്ട കാര്യമില്ല, എന്നാലും അനുസരിച്ചുകൊണ്ട് അവരെ നമസ്കരിച്ചു. ഇപ്പം മനുഷ്യഭാവമാണല്ലോ. തേ ഗത്വാ ദൂരമധ്വാനം തസ്മാൽ സപ്തജനാശ്രമാൻ ദദൃശുസ്താം ദുരാദർശാം കിഷ്കിന്ദാം ബാലിപാലിതാം. അതിനുശേഷം എന്ത് ചെയ്തു? ബാലി സംരക്ഷിക്കപ്പെടുന്നതായ കിഷ്കിന്ദ നേർക്ക് സഞ്ചരിച്ചു. അത്ര വേഗം ആർക്കും അവിടേക്കും കിടക്കാനൊന്നും പറ്റില്ല. കാവലിഷ്ടം പോലെ ഉണ്ടാവും. ബാലിയാണ് ഭരിക്കുന്നത്, ചില്ലറക്കാരനല്ല. ശക്തനായിട്ടുള്ള രാജാവിനാൽ പരിപാലനം ചെയ്യപ്പെട്ടതുകൊണ്ട് എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റാത്ത ദുഷ്കരമായിരിക്കുന്ന ആ കിഷ്കിന്ദ ദൂരെ നിന്ന് തന്നെ അങ്ങനെ രാമലക്ഷ്മണന്മാരും സുഗ്രീവനും കണ്ടു. തതത്തു രാമാനുജ രാമ വാനര പ്രഗൃഹ്യ ശസ്ത്രാണ്യുദിതാഗ്രതേജസ പുരീൻ സുരേഷാത്മജ വീര്യപാലിതാം ശത്രോ പുനരാഗതാസഹ. രാമാനുജ രാമ വാനര. രാമാനുജനും രാമനും വാനരനും കൂടിയിട്ട് ആയുധങ്ങൾ മുതലായിട്ടതെല്ലാം എടുത്ത് കിഷ്കിന്ധാപുരി ആ പട്ടണം ദൂരെ നിന്നങ്ങനെ കണ്ട് ശത്രുവായിരിക്കുന്ന ബാലിയെ വധിക്കാനായിക്കൊണ്ട് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് അവിടത്തേക്ക് പ്രവേശിച്ചു എന്ന് പറയുകയാണ്. ബാലിയെ വിളിക്കുകയാണ്. സർവേ തേ ത്വരിതംഗത്വാ കിഷ്കിന്ദാം ബാലിന പുരിം വൃക്ഷൈരാത്മാനമാവൃത്യ വ്യതിഷ്ഠൻ ഗഹനേവനെ. ബാലിയുടെ ഭരണരാജ്യം ആയിട്ടുള്ള കിഷ്കിന്ധയിൽ ചെന്ന് കൊടുങ്കാട്ടിൽ ഇവരെല്ലാവരും മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിന്നു. സുഗ്രീവനെ മാത്രം ബാലി കണ്ടാൽ മതി എന്ന നിലയിലായിരിക്കാം. ഒരു മരത്തിൻ്റെ ഇടയിൽ, മരങ്ങളുടെ ഇടയിൽ ഇവരൊക്കെ മറഞ്ഞു നിന്നു. പഞ്ചവാനരന്മാരും ലക്ഷ്മണനും മറഞ്ഞു നിന്നു. വിസാര്യർവധോതിഷ്ഠിം കാനനേ കാനനപ്രിയ സുഗ്രീവോ വിപുലഗ്രീവ ക്രോധം ആഹായൽ ഭൃശം. ക്രോധമാഹാരയൽ ഭൃശം. വലിയ ശബ്ദത്തോട് കൂടിയിട്ട് അലറി കണ്ണോടിച്ച ശേഷം വല്ലാത്തതായിട്ടുള്ള ദേഷ്യം ഏട്ടനായിരിക്കുന്ന ബാലിയുടെ നേരെ ക്രോധിച്ചു. തതത്തു നിനദം ഘോരം കൃത്വ യുദ്ധായ ചാക്കയിൽ പരിവാരേ പരിവൃതോ നാദേർ ബിന്ദന്നിവ അമ്പരം. വലുതായിരിക്കുന്ന ശബ്ദത്തോടു കൂടിയിട്ട് അട്ടഹാസം കൊണ്ട് ആകാശം പിടർക്കുന്ന പോലെ ഘോരമായിട്ട് അലറി എന്ന് പറയുകയാണ്. അങ്ങനെ പോർവിളി നടത്തി. ഗർജന്നിവ മഹാമേഘോ വായുവേഗ പുരസ്സര അഥ ബാലാർക്കസദൃശോ ദുഃഖസിംഹഗതിസ്തഥാ. മുന്നോട്ട് അതിവേഗം ഇങ്ങനെ പാഞ്ഞ് മഹാമേഘം പോലെ അലറി കോടി സൂര്യപ്രകാശത്തോടു കൂടിയുള്ളതായിരിക്കുന്ന രാമനെ വായുവേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. ദൃഷ്ട്വാ രാമം ക്രിയാദക്ഷം. എന്തിനും
തയ്യാറായിട്ടതായിട്ട് രാമനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പരിഗുരയ വ്യാപ്തം തഥാ കാഞ്ചനഭൂഷണാം പ്രാപ്താസ്മാദുജയന്ദ്രാഢ്യാം കിഷ്കിന്ദാം ബാലിനപുരിം. പറയണ, ഏ രാമ, വളരെ ബാലിവധത്തിനായിട്ട് ചെയ്ത പ്രതിജ്ഞയെ ഇതാ ഇപ്പോൾ ഫലപ്രാപ്തിയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ പോകുന്നു. അതുകൊണ്ട് ആ കിഷ്കിന്ധയിൽ നാം എത്തിക്കഴിഞ്ഞു. നോക്കിക്കാണുക, ധ്വജങ്ങൾ, കൊടിക്കൂറകൾ, യന്ത്രങ്ങൾ, അല്ലേ, പലതും ഉണ്ട്. ഒരു മകരായ എന്തൊക്കെ വേണം, അതൊക്കെ പലതും ഉള്ളതായിട്ടുള്ള കിഷ്കിന്ധയെ നേരെ അങ്ങ് നോക്കിക്കാണുക. മുമ്പ് ബാലിവധത്തിനായിട്ട് നാം ചെയ്ത പ്രതിജ്ഞയുണ്ടല്ലോ, അത് ഒരു ഘട്ടത്തിൽ ഫലിച്ചില്ല. സുഗ്രീവന് തോറ്റ് ഓടേണ്ടി വന്നു, അതായത് എനിക്ക് തോറ്റ് ഓടേണ്ടി വന്നു എന്ന് പറയുകയാണ്. എന്നാൽ ഇപ്രാവശ്യം അതങ്ങനെ ആവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും കരുതാം, ഉറപ്പിക്കാം. അതുകൊണ്ട് ആ പ്രതിജ്ഞ ഇതാ സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഫലകാലം വള്ളിയെ എന്ന പോലെ സബലമാക്കുക എന്നാണ് ഇവിടെ ഉപമ. സബലാം കുരുതാം ക്ഷിപ്രം ലതാം കാല യുവാഗത. ഇപ്പം നമ്മൾ പയറായാലും അമരയായാലും ഒരു വള്ളി നട്ടു എന്ന് വിചാരിക്കുക, അതിന് ഫലം ഉണ്ടാവും പെട്ടെന്നല്ല, കുറച്ച് താമസം ഉണ്ടാവും. അത് വളർന്ന് കായ് ഉണ്ടായി ഇങ്ങനെ വരുമല്ലോ. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇതാ പറിക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിപ്പോൾ നമുക്ക് കരുതാം, അല്ലേ രാമ? അപ്പോൾ ആ ഉദ്ദേശിച്ചതായിട്ടുള്ള കാര്യത്തിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുകയാണ് നമ്മളിപ്പോൾ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ എന്ന് ചോദിക്കുകയാണ്. പറയുകയാണ് ഇവിടെ, കൃത അഭിജ്ഞാന ചിഹ്നത്വം മനയാ ഗജസാക്കയ ലക്ഷ്മണേന സ്തമുൽപാട്യ ഏഷാ കണ്ടേ കൃതാതവ. ലക്ഷ്മണൻ പറിച്ചെടുത്ത് മാലയാക്കിയിട്ട് എൻ്റെ കഴുത്തിൽ ചാർത്തിയത് കാരണം ഇപ്പോൾ ഞാൻ അടയാളമുള്ളവനായി. ഇനി എന്നെ തിരിച്ചറിയാൻ അങ്ങേക്ക് വിഷമം ഉണ്ടാവില്ലല്ലോ. യുദ്ധത്തിൽ ഓടലും ചാടലും അങ്ങനെയും ഇങ്ങോട്ടും കെട്ടിമറിയുമ്പോൾ എന്നെ തിരിച്ചറിയാൻ രാമ അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് അധികം താമസിയാതെ ശത്രു മരിച്ചു വീഴും എന്ന് നമുക്ക് പ്രത്യാശിക്കാം, അല്ലെങ്കിൽ ആശിക്കാമല്ലേ എന്ന് ചോദിക്കുകയാണ് സുഗ്രീവൻ. ശോഭസേക്ക് അധികം വീര ലതയാ കണ്ഠസക്തയ വിപരീത ഇവാകാശേ സൂര്യോ നക്ഷത്രമാലയാ. അപ്പോൾ രാമൻ പറഞ്ഞു, ഈ കഴുത്തിൽ കിടക്കുന്ന വള്ളിയാൽ നീ വളരെയേറെ വാനിൽ വിരാജിക്കുന്ന ചന്ദ്രനെ പോലെ അത്യന്തം ശോഭിക്കുന്നു സുഗ്രീവ. ഇനി തന്നെ ആർക്കാ തിരിച്ചറിയാത്തത്? അല്ലെങ്കിൽ തിരിച്ചറിയാനെ കൊണ്ട് എന്താണ് വിഷമം ഉണ്ടാവുക? അദ്യ ബാലിസമുദ്ധം തേ ഭയം ബഹിരഞ്ചവാനര ഏകേനാഹം പ്രമോക്ഷ്യാമി ബാണമോക്ഷേണ സംയുഗേ. എൻ്റെ ഒരൊറ്റ അസ്ത്രം കൊണ്ട് തന്നെ നിൻ്റെ ശത്രുവായിട്ടുള്ള ബാലിയെ ഞാൻ ഇല്ലാണ്ടാക്കും, സംശയമൊന്നും ഇക്കാര്യത്തിൽ വേണ്ട. ഏകേന ബാണേന, ഏകം ബാണത്തിനോടാ ചേർക്കണ്ട. ഏകേനാക്കം പ്രമോക്ഷ്യാമി ബാണം, ഏകബാണം എന്നർത്ഥം. ഏകബാണം കൊണ്ട് തന്നെ ആ ശത്രുവിനെ ഞാൻ ഇല്ലാണ്ടാക്കും. ധൈര്യമായിട്ട് നീ ബാലിയെ യുദ്ധത്തിന് വിളിച്ചോളൂ. മമ ദശയ സുഗ്രീവ വൈരിണം ഭ്രാതൃരൂപിണം ബാലി പിനികതോ യാവത് വനേ പാംസുഷു ചേഷ്ടതേ. സുഗ്രീവ, ബാലി വധിക്കപ്പെട്ടു എന്ന് തന്നെ നീ കരുതിക്കോളൂ. അതുകൊണ്ട് ഇനി ഇതിൽ സംശയത്തിൻ്റെ കണിക പോലും വേണ്ട. അതുകൊണ്ട് ആ വൈരിയെ എനിക്ക് കാണിച്ചതിന് മുമ്പിൽ കിട്ടിയിട്ട് വേണ്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കണം. മുമ്പിൽ കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വേഗം വിളിക്കൂ എന്നങ്ങനെ പറയണം. മമ ദർശയ സുഗ്രീവ, എനിക്ക് ആ വൈരിയെ കാണിച്ചു തരൂ. യതി ദൃഷ്ടിപഥം പ്രാപ്തോ ജീവൻ സവിനിവർത്തതേ തതോ ദോഷേണ മാഗച്ഛേ സദ്യോ ഗർഹേച്ഛമം ഭവാൻ. അവൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ പെട മാത്രമേ വേണ്ടൂ. ഇനി എങ്ങാനും അവൻ രക്ഷപ്പെട്ട് ഓടിയാൽ സുഗ്രീവ, അങ്ങക്ക് എന്നെ എന്ത് കുറ്റം വേണമെങ്കിലും പറയാം. ഉറപ്പാണത്, വാക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണത് പറയണത്, അങ്ങനെ സംഭവിച്ചിട്ടല്ല. കാരണം അത്രയും ഉറപ്പ് കൊടുക്കുകയാണ്. ഇനി എങ്ങാനും ബാലി രക്ഷപ്പെട്ടാൽ നിനക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും നിന്ദിക്കാം, എത്ര വേണമെങ്കിലും കുറ്റം പറഞ്ഞോളൂ, അതുണ്ടാവില്ല എന്നർത്ഥം. തതോദോ അങ്ങനെയാണെന്ന് വെച്ചാൽ കാക്ക മലന്ന് പറക്കും എന്ന് പറയും നമ്മൾ. മലന്ന് പറന്നിട്ടാൽ അത് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള. അതുപോലെ പറയണേ, എന്നെ നിനക്ക് നിന്ദിക്കാം, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും മോശക്കാരനാവും, ഇതാ വാക്ക് തരുന്നു എന്നർത്ഥം. അങ്ങനെ സംഭവിക്കില്ല. തതോ ദോഷേണമാകച്ചേ സദ്യോ ഗർഹേച്ഛമാം ഭവാൻ. ഭവാനെ എന്നെ എങ്ങനെ വേണമെങ്കിലും നിന്ദിക്കാം, എത്ര വേണമെങ്കിലും താഴ്ത്തി പറഞ്ഞോളൂ,
ബാലി ഇനി രക്ഷപ്പെടുകയാണെങ്കിൽ. ഒരിക്കലും അത് സംഭവിക്കില്ല. പ്രത്യക്ഷം സപ്തതേ സാലാമയാ ബാണേന ദാരിത തേനാവേഹി ബലേനാത്യ ബാലിനം നിഗതം മയാ. ഒരൊറ്റ ബാണം കൊണ്ട് 7 സാലവൃക്ഷങ്ങളെ ഭേദിച്ചു. 7 സാലവൃക്ഷങ്ങളെ ഞാൻ ഭേദിച്ചത് നീ കണ്ടില്ലേ? എന്നിട്ടാണോ ബാലിയെ വധിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത് വീര? അതുകൊണ്ട് ഒരു തരത്തിലും അങ്ങ് ദുഃഖിക്കേണ്ട. അതുകൊണ്ട് ഞാൻ ഇതുവരേക്ക് അസത്യമോ പാഴ്വാക്കോ പറഞ്ഞിട്ടില്ല, ഇനി പറയുകയുമില്ല. അവിടെ ബാലിയെ വധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും. അനൃതം നോക്തപൂർവം മേ, ഇതിനു മുമ്പായിട്ട് ഞാൻ അസത്യം പറഞ്ഞിട്ടില്ല, ഇനി പറയുകയും ഇല്ല. ധർമ്മലോപപരീതേന നച ഭക്ഷ്യേ കഥഞ്ചന. അതുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കും. അസത്യം എന്ന് പറഞ്ഞാൽ പലതും ഉണ്ടേ, പറഞ്ഞത് പാലിക്കുന്നർത്ഥം. സഫലാം ച കരിഷ്യാമി പ്രതിജ്ഞാം ജഗി സംഭ്രമം പ്രസൂതം കളഭം ക്ഷേത്രേ വർഷേണേവ ശതക്രതു. ഏത് പ്രകാരത്തിൽ ഈ ദേവേന്ദ്രൻ വർഷത്താൽ വയലിൽ മുളച്ചതായിട്ടുള്ള സസ്യജാലങ്ങൾ, ഈ ധാന്യങ്ങളോ എന്താ വെച്ചാൽ അത് അനുഭവിക്കുന്നുവോ, മഴ കൊണ്ട് അതിനെ ശരിയാക്കുന്നുവോ, അതേപോലെ നിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബാലിയെ ഞാൻ വധിച്ചിരിക്കും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നീ ഇത് ഉറപ്പിച്ചോളൂ എന്ന് ആ ബാലി താമസിയാതെ യുദ്ധത്തിന് പുറത്തു വരികയും ചെയ്തു. തതസജീമൂതഗണപ്രണാദോ നാദം ഹ്യമുഞ്ചൽ ത്വരയാ പ്രതീത സൂര്യാത്മജ ശൗര്യവിവൃദ്ധതേജോ സരിൽപദർവാനില ചഞ്ചലോർമി. ആ വലുതായിട്ടുള്ള സമുദ്രം പോലെ ഉത്സാഹവാനായിട്ട് മേഘഗർജനത്തിനൊത്തതായിട്ടുള്ള ശബ്ദത്തിൽ സുഗ്രീവൻ ബാലിയെ പോരിന് വിളിക്കുകയാണ്. ഉറക്കമായിട്ട് അലറി. ആ അലർച്ച കേട്ട് താമസിയാതെ ബാലി വരികയാണ്. ബാലിയായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള യുദ്ധം. അതിനു മുമ്പായിട്ട് താര ബാലിയെ ഒന്ന് തടയുന്നുണ്ട്. ഏതോ ഒരു ശക്തി ഇപ്പോൾ സുഗ്രീവന് ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ദയവായിട്ട് അങ്ങ് പോവരുത് എന്നാണ് ഞാൻ പറയുക എന്ന് പറഞ്ഞിട്ട് താരയുടെ ആ വാക്യം അതിനെ അവഗണിച്ചിട്ട് ബാലി പോകുന്ന ഭാഗമാണ് ഇനി പറയാനുള്ളത്. പൂർവന്റാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ജനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണന്തമുദ്യതരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം നേതത്യരാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.